അനാഥരെന്ന് കരുതിയ കുട്ടികളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും കണ്ടെത്തി കൈമാറി ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഉദ്യോഗസ്ഥർ. സിനിമയെ വെല്ലുന്ന കഥയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 10 വർഷത്തിന് ശേഷമുള്ള ആ കൂടിച്ചേരൽ വികാരനിർഭരമായിരുന്നു. 2016 7 വയസ്സും 5 വയസ്സും പ്രായമുള്ള അജിത്, ഗോവിന്ദ് എന്നീ കുട്ടികളെ തൃശൂർ വാടാനപ്പള്ളി പോലീസിന്റെ അപേക്ഷ പ്രകാരമാണ് ചൈൽഡ് ലൈൻ തൃശൂർ CWC മുഖാന്തരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ പ്രവേശിപ്പിച്ചത്. വഴിയരികിൽ ഭിക്ഷാടകരായി കണ്ട കുട്ടികളെയാണ് പോലീസ് ഏറ്റെടുത്ത് ഏൽപ്പിച്ചതെന്ന് കെയർടേക്കർ പ്രജിത്ത് പറഞ്ഞു. കുട്ടികൾക്കൊരു മാതാപിതാക്കളെയും കുടുംബത്തെയും കണ്ടെത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു. അടിസ്ഥാനത്തിൽ ഞാൻ പല വിധേനയും കുട്ടികൾ വന്ന സാഹചര്യം പുറകോട്ട് പോയി നോക്കുകയും പിന്നീട് തമിഴ്നാട് പോലീസിൻ്റെ സഹായം കിട്ടുകയും ചെയ്തു. അത് തുടർന്ന് പ്രേംകുമാർ എന്ന SI തമിഴ്നാട്ടിൽ നെയ്വേലി സ്വദേശി അവിടുത്തെ ഡീറ്റെയിൽസ് അന്വേഷിക്കും. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്. അഡ്രസ്സ് വേറെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ആധാറില്ല മറ്റേ വോട്ടേഴ്സ് ID ഒക്കെ നോക്കി കുറേ പരിശ്രമഫലമായിട്ടൊരു അഡ്രസ്സ് കിട്ടി, ഒരു ഇത് കിട്ടി. അതിനനുസരിച്ച് നമ്മൾ ഈ കുട്ടികളായിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ പേരക്കുട്ടികളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഈ വീരമണി എന്ന് പറഞ്ഞ വീരമണി, ശാന്ത എന്ന അവരുടെ മക്കളാണ് ഈ 3 കുട്ടികൾ. 2 കുട്ടികളാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. ഒരു കുട്ടി പെൺകുട്ടിയാണ്, അത് വേറൊരു സ്ഥാപനത്തിലാണ് നിന്ന് പഠിക്കുന്നത്. പിന്നെ ഇവർ ഈ വിവരം അറിയിക്കുകയും വീഡിയോകൾ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ കുട്ടികളെ ഇവിടുന്ന് വെക്കേഷനും ഒരു കുട്ടീനെ 18 വയസ്സ് കഴിഞ്ഞുകൊണ്ട് അവരൊപ്പം നിർത്താനും വേണ്ടി ഇന്നലെ CWC മുഖാന്തരം കുട്ടികൾ റിലീസായി പോവുകയാണ് ഉണ്ടായത്. തുടർന്ന് കുട്ടികൾ ഇവിടെ താമസിച്ചു വരികയായിരുന്നു. തമിഴ്നാട് സ്വദേശികളായ വീരമണി, ശാന്ത എന്നിവരുടെ മക്കളെന്നല്ലാതെ മറ്റൊരു വിവരവും അന്ന് ലഭ്യമായിരുന്നില്ല. ആധാർ കാർഡോ ഫോൺ നമ്പറോ ലഭ്യമായിരുന്നില്ല. അച്ഛനും അമ്മയും 10 വർഷമായി കുട്ടികളെ അന്വേഷിച്ച് വന്നതുമില്ല. തുടർന്ന് സ്ഥാപന സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രജിത്ത് KV കുട്ടികളെ കണ്ടെത്താൻ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ശ്രമം ആരംഭിച്ചു. കുട്ടികൾ തമിഴ്നാട്ടിലെ നെയ്വേലി സ്വദേശികളാണെന്നും ഇവരുടെ ബന്ധുക്കളുടെ വിവരങ്ങളും കണ്ടെത്തുകയായിരുന്നു എന്ന് സൂപ്രണ്ട് ഷാനവാസ് പറഞ്ഞു. കുട്ടികൾ ലഭിക്കുന്ന സമയത്ത് അനാഥരായിട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുക. ആരും ഇല്ലയെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നീട് നമുക്ക് അത് കണ്ടെത്താൻ പറ്റി. ഇവർ അനാഥരല്ല, ഇവർക്ക് ബന്ധുക്കളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അത് പിന്നീട് ഈ ഒരു കണ്ടെത്തലിലേക്ക് നയിച്ചു. ഇപ്പോൾ ഒരു കുട്ടിക്ക് 18 വയസ്സായി. നീണ്ട 10 വർഷത്തിനു ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും എത്തി കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഉദ്യോഗസ്ഥർക്കും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കും അതൊരു വൈകാരിക നിമിഷം കൂടിയാണ് സമ്മാനിച്ചത്.